അവിഹിതം പണ്ടേ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ പഴയ ഞാൻ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ചോറ് വയ്ക്കുന്ന വെപ്പുവരയിലൊക്കെ ഉണ്ടായ അവിഹിതം ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷവും. പക്ഷെ അന്നുണ്ടായ അനുഭവം ഉണ്ടല്ലോ. മദ്യം എന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രണ്ടെണ്ണം അടിക്കാന്ന് വെച്ചാൽ ആ ശരീരം വേദനക്കൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ്. മദ്യം കഴിച്ചാൽ കരള് പോകട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒറിജിനൽ നയൻതാരനെ കണ്ട വിഷ്ണു എങ്ങനെ സംസാരിക്കണം അതുപോലെ സംസാരിക്കണം. അയ്യോ നയൻതാര ചേച്ചി 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 ഇത് കാണാൻ വേണ്ടി കുറെ നാളെ ചേച്ചി ഞാൻ ഇത് ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടോ? ഇതാണോ നയൻതാരനെ കാണാൻ? എന്താണ് വിഷ്ണുവിന്റെ രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? രണ്ടാഗ്രഹങ്ങള് സിനിമയിൽ അഭിനയിക്കണം, പിന്നെ ഞാനൊരു കുട്ടീനെ കുറച്ചാളല്ല ഉള്ളിലുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞേ സുധി തമ്പി. നട്ടലുള്ള ഒരു ആൺകുട്ടി. സോ ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, ദീപ്തി കല്യാണിയാണ്. ശ്രീ എന്നെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു മോനെ എനിക്കിട്ട് തന്നെയുള്ള അടിച്ചു നിരത്തിയിട്ട് ശേഖരനോട് എന്താ പറഞ്ഞേ? പൈസ കിട്ടില്ലെങ്കിൽ നിനക്ക് ആ ഓട്ടോറിക്ഷ ഓടിയാ പോരായിരുന്നു എന്നാ ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഒരു ആഗ്രഹം അതല്ലല്ലോ ഏട്ടാ. പക്ഷെ അപ്പൊ ഓട്ടോറിക്ഷ പോയി അതാണ് ആകെയുള്ള സങ്കടം. എന്നെ കല്ലെടുത്ത് എറിഞ്ഞതും തൊപ്പിയതൊക്കെ റോട്ടിൽ വെച്ച് കല്ലിനെറിയോ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. എൻ്റെ ബ്രദർ എന്നെ റോട്ടിലൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അടിച്ചിട്ട്. ഏട്ടൻ തന്നെയാണ് അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് തന്നെ 17-ാം വയസ്സിൽ. എന്നിട്ട് എങ്ങോട്ട് പോയി? പടിയടച്ച് പിണ്ടം വെക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ പുള്ളിക്കാരത്തിന്റെ കാല് തൊട്ട് തുടങ്ങിയത്. പുള്ളിക്കാരത്തി ഞാൻ കളിയാക്കിയാന്ന് വിചാരിച്ചു. ഒരിക്കലും അല്ല, കളിയാക്കിയതല്ല.